1961 പട്ടംനാണമുള്ള പ്രഖ്യാപിച്ചതാണ് ഓണം. എല്ലാവർക്കും ആഘോഷിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഘോഷിക്കാം, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആഘോഷിക്കണ്ട. പക്ഷേ അദ്ദേഹം എല്ലാ കേരളീയനും ഒരു ദേശീയ ഉത്സവമായി മാറ്റാൻ അദ്ദേഹം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം അത് ഓണമാണ്. തീർച്ചയായും ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ആരും ഒന്നും നോക്കാറില്ല. അന്നു മുതൽ ഇന്ന് വരെയും ആ ഓണാഘോഷം അങ്ങനെ സന്തോഷപൂർവ്വം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതാ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. നമസ്കാരം, നിലപാടിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരിക്കലും കേരളീയർ ഒരു കാരണവശാലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് ഇതാ ഇപ്പോൾ കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂളിലെ അധ്യാപിക, അവർ കുഞ്ഞുങ്ങൾക്ക് ലോകകാര്യങ്ങൾ പകർന്നു നൽകേണ്ട, അറിവ് പകർന്നു നൽകേണ്ട ഒരു അധ്യാപിക അല്ലെങ്കിൽ രണ്ട് അധ്യാപിക, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ഒരു ഗ്രൂപ്പിൽ അവർ ഇട്ട മെസ്സേജ്, ഒരു പക്ഷേ ഇതേ അവർ വിശ്വസിക്കുന്ന അതേ മതവിശ്വാസി ആയിരിക്കുമോ ഈ മെസ്സേജ് എടുത്ത് ന്യൂസ് ചാനലുകളിൽ കൊടുത്തത്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മെസ്സേജിൻ്റെ ആവശ്യകത? ഒരിക്കലും നമുക്കതൊരു വേർതിരിവായിട്ട് കാണേണ്ട കാര്യമേ ഇല്ല. കാരണം ആഘോഷം അതെല്ലാവർക്കും ഉള്ളതാണ്. News just coming in. This has got to do with the Onam celebrations, and there is a rant. We are seeing it's an anti sort of a rant against Onam. Kerala teachers are divisive, it appears. Lessons in hate in God's own country, with the teachers telling Muslim students shun Onam. Teacher Khadija says Onam celebration is un-Islamic. Kerala teachers hate lesson on tape. Onam is Kerala's official festival. The teacher Khadija has been booked for this sort of a divisive push that she made. കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകേണ്ട അധ്യാപിക ഇത് ശിർക്കാണെന്നും ഇതിൽ മുസ്ലിങ്ങൾ ഇടപെടാൻ പാടില്ലെന്നും ഇത് നമ്മുടെ ആചാരമല്ലെന്നും ഇത് ഹിന്ദുക്കൾക്കുള്ളതാണെന്നും അവിടെ മറ്റു കാര്യങ്ങൾ കർമ്മങ്ങളാണ് നടക്കുന്നത്, അതുകൊണ്ട് ഈ മുസ്ലിം കുട്ടികൾ അതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പറയാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപികയായി ജോലി ചെയ്യുന്ന അധ്യാപകനാവട്ടെ അധ്യാപികയാവട്ടെ ഒരു കാരണവശാലും അത്തരം വാക്കുകൾ കുഞ്ഞുങ്ങളുടെ മുമ്പിലോ ഒരു സ്ഥലത്തോ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ അക്ഷരലോകത്തിൻ്റെ മാതൃകയാണ്. നിങ്ങൾ അക്ഷരം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവർ ഈ ലോകം നിങ്ങളിലൂടെ കാണേണ്ടവരാണ്. നിങ്ങളുടെ ഇത്തരം വാക്കുകൾ അവരുടെ മനസ്സിൽ എന്നെങ്കിലും അല്ലെങ്കിൽ അവരുടെ തലച്ചോറിൽ എപ്പോഴെങ്കിലും അത് തറഞ്ഞിരിക്കും. അത് എപ്പോഴെങ്കിലും അത് ഉപയോഗപ്പെടുത്തും. അത് പാടില്ല ഒരിക്കലും. ഒരു അധ്യാപിക ഒരു കാരണവശാലും അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടേയില്ല. മാത്രവുമല്ല, കേരളത്തിൽ ഇതൊരു ദേശീയ ഉത്സവം തന്നെയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, 10 വർഷം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ ഓണാഘോഷ പരിപാടി നടത്തി എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നും ചെയ്തതല്ല. അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ ഞാൻ പറയാണ്, 10 വർഷം ഈ ഓണപ്പരിപാടി ഞങ്ങളന്ന് ഒരുപാട്, അതായത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും മറ്റ് എല്ലാ മതസ്ഥരും ഞങ്ങൾ ചേർന്ന്, ഞങ്ങൾ കുറച്ച് പയ്യന്മാർ, അന്ന് ഞങ്ങൾ ഈ 10 വർഷം നടത്തിയപ്പോൾ ഞാൻ ആദ്യമായി ആ അത്തം സത്യത്തിൽ എനിക്ക് ഇടാൻ പോലും അറിയില്ല. മനസ്സിൽ തോന്നിയത് എങ്ങനെയാണോ അതുപോലെ ചെയ്ത് ഒരു ക്രിസ്ത്യാനിയുടെ വീടിൻ്റെ മതിലിലാണ് ഞാൻ ആദ്യമായി ഒരു അത്തം ഉണ്ടാക്കിയെടുക്കുന്നത്. ആരും പറഞ്ഞു തരാനില്ല, ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ഞാൻ ചെയ്തു. അന്ന് ഈ പറയുന്ന ടിവിയും കാര്യങ്ങളൊന്നുമില്ല, അത് കാണാൻ ഇഷ്ടം പോലെ ജനങ്ങളുണ്ടായിരുന്നു. 10 വർഷം തുടർച്ചയായി, ഒരു വർഷം അതിനിടയിൽ ഒരു വർഷം പോലും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരും കാണാനും വരുമായിരുന്നു. അന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിന് എല്ലാവർക്കും. കാരണം ഞങ്ങളന്ന് അടുത്ത വാർഡിൽ പോയിട്ടാണ് ഈ ഓണപ്പരിപാടി കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ചിന്തിച്ചാണ്, എന്തുകൊണ്ട് നമ്മുടെ സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഈ ഓണപ്പരിപാടി ചെയ്തുകൂടാ? അങ്ങനെ ഞങ്ങൾ കുറച്ച് പയ്യന്മാരെ കൂടി ചേർന്ന്, അവിടെ ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും അങ്ങനെ യാതൊരു വേർതിരിവും ഇല്ല കേട്ടോ.
എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പിരിവെടുത്തിട്ടാണ്. ഈ എവിടെയെല്ലാം പോവും ഞങ്ങൾ പിരിവിന് വേണ്ടിയിട്ട്. അന്ന് കിട്ടുന്ന വെറും തുച്ഛമായ പൈസയാണ്. 200-300 രൂപയുണ്ടെങ്കിൽ ഓണാഘോഷം കുശാൽ ഗംഭീരമായിട്ട് ഞങ്ങൾ വയ്ക്കുന്നതാ. മൈക്ക് സെറ്റ് വയ്ക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. പിരിവെടുത്ത് നടത്തുന്നത് ഞങ്ങളെപ്പോലുള്ളവരാണ്. അവിടെ അന്ന് ഇതൊന്നും ഞങ്ങൾക്കൊരു വിശ്വാസമില്ലായിരുന്നു. ഞങ്ങൾക്ക് ആഘോഷമാണ്. അന്ന് പയ്യന്മാരല്ലേ, ഞങ്ങൾക്കതൊരു ആഘോഷമാണ്, സന്തോഷമാണ്, മനസ്സിന് ആനന്ദമാണ്. പക്ഷേ തലമുറകൾ കഴിഞ്ഞു വരുമ്പോൾ, വിദ്യാഭ്യാസം വളർന്നു വരുമ്പോൾ, അറിവും ബോധവും വർദ്ധിച്ചു വരുമ്പോൾ ഓരോരോ മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന ഓരോ കോപ്രായങ്ങൾ അതിങ്ങനെ മനസ്സിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത്. ഇത് അവരുടെ വിശ്വാസമായിക്കോട്ടെ, ഹിന്ദുമത വിശ്വാസമായിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ തൊഴണ്ട, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണ്ട, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലേ? എന്തുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല? എൻ്റെ പൊന്നു ടീച്ചറെ, ഇത് കേരളത്തിൽ മാത്രമാണ് ഇത് ആഘോഷിക്കുന്നത്. ഇന്ത്യയിലകത്തും മറ്റു ഒരു സംസ്ഥാനത്തിനകത്തും ഇതൊരു ആഘോഷമേ അല്ല. കേരളീയൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടോ അവിടെയൊക്കെ ഓണാഘോഷമുണ്ട്. അത് മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ അങ്ങനെ യാതൊന്നുമില്ല. കേരളീയൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. അവിടെ ജാതിയോ മതമോ കലർത്തി എടുക്കേണ്ട കാര്യമേ ഇല്ല. മുസ്ലിങ്ങൾക്ക് ഓണാഘോഷിക്കുന്ന ഹൈന്ദവ സമൂഹത്തോട് മാനുഷികപരമായും മാനവീയപരമായിട്ടും സൗഹൃദപരമായി കൊണ്ടു നിൽക്കാം. ഇതിന്റെ അർത്ഥത്തിൽ, ഇതിന്റെ അടിസ്ഥാനത്തിൽ മതസ്പർദ്ധകൾ ഉണ്ടാക്കുന്ന വിശ്വാസപരമായി വരുന്ന ഈ മാറ്റങ്ങൾ ഇസ്ലാം മതവിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് വളരെ കൃത്യവും വ്യക്തവുമാണ്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഓരോ മതവിശ്വാസികളുടെയും ആഘോഷങ്ങൾ അവർക്കത് വിശ്വാസപരമായി കൊണ്ടുണ്ട്. ആ മതത്തിന്റെ അനുയായികൾ അവരുടെ വിശ്വാസപരമായി അത് ആഘോഷിക്കട്ടെ. എന്നാൽ അവരുടെ വിശ്വാസത്തിൽ പങ്കുചേരാതെ അവരുടെ ആചാരങ്ങളിലും അവരുടെ അത് തന്നെയാണല്ലോ ശ്രീ നാസർ ഫൈസി കൂടത്തായി ഇവിടുത്തെ പ്രശ്നം. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ദേശീയോത്സവമാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഉത്സവമായി അതിനെ കൂട്ടിക്കെട്ടിയിട്ടില്ലല്ലോ. ഓണം ദേശീയോത്സവമാണ് എന്ന അടിസ്ഥാനത്തിൽ ദേശത്തിലെ എല്ലാ നിവാസികൾക്കും അവരുടെ പരസ്പരമുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി കൊണ്ട് അത് ആഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ. അതിനാരും ഇവിടെ എതിർ പറയുന്നുണ്ടല്ലോ. അത് വിശ്വാസപരമായി അതിനൊരു ഐതിഹ്യമുണ്ടല്ലോ. ഓണത്തിനൊരു ഐതിഹ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഓണത്തിനും ഒരു വിശ്വാസത്തിന്റെ ഭാഗമുണ്ടല്ലോ. ആ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യത്തെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. എന്നാൽ പോലും അവർക്ക് ദേശീയോത്സവം എന്ന നിലയിൽ തന്നെ ഹൈന്ദവ മതവിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് മതപരമായ സൗഹൃദങ്ങളുടെയും മാനവികമായിരിക്കുന്ന സമവായത്തിന്റെയും തലത്തിൽ അവരോടൊപ്പം നിൽക്കുകയും അവരവരുടെ ഭക്ഷണങ്ങളിലും അവരവരുടെ സൗഹൃദ വിരുന്നുകളിലും അവരവരുടെ സോഷ്യൽ ഇടങ്ങളിലും ഓണ ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഒക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദപരമായി കൊണ്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് വിശ്വാസവുമായി അതിന് കൂട്ടിക്കുഴക്കേണ്ട കാര്യമേ ഇല്ല. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാവും. അവരുടെ രക്ഷിതാക്കളോട് ഇത് മുസ്ലിമീങ്ങൾ അത് പാടില്ല, ഇത് ശിർക്കാണ് എന്ന വിധത്തിൽ ഒരു നിലക്കും രക്ഷിതാക്കൾക്ക് അതിന് മെസ്സേജ് കൊടുക്കാൻ പാടില്ല. അത് തികച്ചും തെറ്റു തന്നെയാണ്. അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരുന്നാലും ഗ്രൂപ്പിലായിരുന്നാലും ശരി, ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അത്തരം മെസ്സേജുകൾ ഉണ്ടായിത്തീരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു കൾച്ചറിന് അത് വിരുദ്ധമാണ്. അത്തരം വർഗീയപരമായ ഒരു ചേരിതിരിവിലേക്ക് പോകാൻ പാടില്ല. ഇതിപ്പോ കേൾക്കുന്നവർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മതത്തിന്റെ ആഘോഷമാണെന്ന് ഒരിക്കലും ഇല്ല. അപ്പോൾ കേരളീയൻ മലയാളി അത് തൊട്ടടുത്ത സംസ്ഥാനത്ത് നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് നോക്കൂ, അവിടെ ഓണാഘോഷം ഇല്ല. കർണാടകത്തിൽ ചെന്ന് നോക്കൂ, അവിടെ ഓണാഘോഷം ഇല്ല. അവർക്കിത് എന്തെന്ന് പോലും അറിയില്ല. മലയാളിക്ക് മാത്രമാണ്. മലയാളി അവിടെ ഉണ്ടെങ്കിൽ അവർ ഇത് ആഘോഷിക്കും. ഈ ഫ്ലാറ്റുകളിലും അതിലും ഇതിലുമൊക്കെ ഓരോരുത്തർ ഇപ്പോൾ അതാണല്ലോ ചെയ്യുന്നത്. ഫ്ലാറ്റിനകത്ത് അവർ ഈ ഓണാഘോഷം നടത്തുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാടും കർണാടകയും. ഓണാഘോഷം എന്തെന്ന് പോലും അവർക്കറിയില്ല. അവരങ്ങനെ ഒരുപക്ഷെ കേട്ടാൽ തന്നെ അവർക്ക് പറയാൻ തന്നെ അറിയില്ല. ഓണം പറയാൻ തന്നെ അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ തള്ളും കൊണ്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ വെറും മോശത്തനമാണ്. ഒരിക്കലും അന്യമതസ്ഥരെ സ്നേഹിക്കണം എന്ന് പറയുകയും ചേർത്ത് പിടിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന അതേ സ്ഥാനത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വിടുന്നത്. നിങ്ങളൊക്കെ എല്ലാ സമൂഹങ്ങളോടുകൂടി, എല്ലാ മനുഷ്യരും, എല്ലാ ജാതി മതങ്ങളോടുകൂടി ഒരുമിച്ച് അത്
ഇവിടെ ഒരു തെറ്റ് സംഭവിക്കുന്നത് എന്തെന്നറിയാവോ? ചില ആൾക്കാർ മറ്റുള്ള മതസ്ഥരെ തീർത്തും വെറുക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അവർ ആ മതത്തിൽ, ആ കമ്മ്യൂണിറ്റിയിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ്. അവർ ആ കമ്മ്യൂണിറ്റിയെ മാത്രം കാണുന്നത് കൊണ്ടാണ്. മറ്റ് മതസ്ഥരെ കൂടെ കാണുകയും അവരുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്താൽ ഒരിക്കലും ഇത്തരം മനോഭാവമുള്ള ആൾക്കാർ ഉണ്ടാകില്ല. കാരണം എല്ലാവരും മനുഷ്യൻ തന്നെ. അവനവൻ ജനിച്ചു പോകുന്നത് അവന് ഓരോ മതത്തിൽ, അമ്മയോ അച്ഛനോ ഏത് മതത്തിലാണോ ആ അവന് സ്വീകരിക്കേണ്ടി വരുന്നു, ആ രീതിയിൽ പോകുന്നു. ഇവിടെ അതിലൊന്നും ഒരു തെറ്റില്ല. Demand more action from the school management. It should not end just in suspension, and the school management's role should also be investigated, because it's not very likely that a teacher will just make a statement like that. So it's a very divisive statement is what the youth organizations have alleged. The police have also started an investigation into it. But the school management is clarifying that it's her personal opinion, and we will celebrate Onam like how we have been celebrating since the last many years. That's right. Be with us. Shibi, I'll come back to you in a moment from now. It's actually a festival which is often celebrated by just so many people irrespective of the religion. And that is what Onam really is about, because it's a harvest festival, isn't it? We'll come back to you. Listen in once again to what the teachers said. The school is distancing themselves from this controversy, but nevertheless, there is a controversy over this very divisive statement that has been made by teacher Khadija. Listen in. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുർആനിക് പ്രീ സ്കൂളിൽ കുഞ്ഞു മക്കളാണ്. കുഞ്ഞിളന്നാവിൽ ഖുർആൻ മധുരം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു തിബിയാൻ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ അവര് ഈ വിഷയം പറഞ്ഞു വന്നപ്പോഴാണ് മറ്റൊരു സ്കൂളിൽ ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു വിഷയം ഓർമ്മ വന്നത്. സത്യം ചിരിയാണ് തോന്നിയത്. ലോകം മുഴുവനും ടെക്നോളജിയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുരാണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇത്തരം വിഡ്ഢിത്തനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. അദ്ദേഹം ഇതുപോലെയുള്ള ഒരു വിഡ്ഢിത്തനമാണ് വിളിച്ചു പറഞ്ഞത്. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ചെന്നിട്ട് ഇന്ത്യയുടെ പാരമ്പര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ശാസ്ത്രത്തിന് മുമ്പ് സഞ്ചരിച്ചവരാണ്, ശാസ്ത്രം പിന്നീട് വന്നതാണ്, അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അത് ഹനുമാനായിരുന്നു. എവിടെ പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ ശൂന്യാകാശത്ത് പോയെന്ന്? ബഹിരാകാശത്ത് എന്നാണ് ഹനുമാൻ പോയത്? എപ്പോഴാണ് പോയത്? അദ്ദേഹം സഞ്ചരിച്ചു. ഇതിനു മുമ്പ് മറ്റൊരു വിഷയം പറഞ്ഞിരുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ മുതിർന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയണ്ടേ? ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്, ഗണപതിക്ക് തല മാറ്റി വെച്ചെന്ന്. അപ്പോൾ അന്ന് ഇത് ഏത് ഡോക്ടറാണ് ചെയ്തതെന്ന് അറിയാൻ വയ്യ. ഈ ഗണപതിയുടെ തലയൊക്കെ വെട്ടി മാറ്റി ഈ തുമ്പിക്കൈയുള്ള തലയെടുത്ത് വെച്ചത്. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ലോകം നമ്മളെ നോക്കി ചിരിക്കുകയാണ്. ഇത് ഈ അനുരാഗ് ഠാക്കൂറിന്റെ ഈ സംസാരം, ഈ ഡയലോഗ് എല്ലാ ചാനലുകളിലും വന്നു. കാരണം പിന്നെ ഈ സയൻസ് ഒന്നും ഒന്നുമല്ലല്ലോ, വെറും വിഡ്ഢികളായ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. യവന്മാരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സയൻസ് എല്ലാം കണ്ടുപിടിച്ചത്? അതിനു മുമ്പ് ഇവിടെ നടന്നിരിക്കുകയല്ലേ? നമ്മൾ ഇന്ത്യക്കാരല്ലേ ഏറ്റവും നല്ല ഇത്. അവിടെ ഇപ്പം നമുക്ക് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത്. എന്തിനാണ് ബഹിരാകാശത്ത്, ഈ ശൂന്യാകാശത്തൊക്കെ ഇപ്പം ഈ സാറ്റലൈറ്റ് ഒക്കെ വെച്ച് വെറുതെ സമയം വേസ്റ്റാക്കി അല്ലേ? ഞാനിപ്പോൾ സംസാരിക്കുന്നതും ഇപ്പം നിങ്ങൾ നാളെ ഈ വീഡിയോ കാണുന്നതും സയൻസിൻ്റെ ഒറ്റ ബലത്തിൻ്റെ പുറത്താണ്, അതിൻ്റെ പിൻബലത്തിലാണ്. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇവിടെ ഇരിക്കാനേ പറ്റൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ, ഇത്തരം വിഡ്ഢിത്തനമായ, വിവരമുള്ളവർക്കാണ് വിവരക്കേട് കാണിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട്. വിദ്യാഭ്യാസം ഉള്ളവരാണ് ഈ പൊതുസമൂഹത്തിൽ ചില സമയത്ത് വിളിച്ചു പറയുന്ന ചില മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തനങ്ങൾ. അത്തരം വിഡ്ഢിത്തനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. പെരുന്നാളും ഉത്സവവും എല്ലാം നമുക്ക് ആഘോഷിക്കേണ്ടതാണ്. ഇത് നമ്മളുടെ പരസ്പര സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അല്ലാതെ ദൈവങ്ങൾക്ക് പെരുന്നാളോ ക്രിസ്മസോ അല്ലെങ്കിൽ ഉത്സവമോ ഒന്നിൻ്റെ ആവശ്യമില്ല. അവർക്ക് പ്രാർത്ഥന മാത്രമാണ്. ഇത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യന് ഒന്നു ചേരുന്നതിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ സന്തോഷം, അവന് ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ജാതിയോ മതമോ ഒന്നും കണക്കെടുക്കേണ്ട കാര്യമില്ല, ഒരിക്കലും ഇല്ല. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ആകപ്പെട്ടു, ഈ ജാതിയും മതവും വിളിച്ചു പറയുന്നവർ, അവിടെ നിങ്ങൾക്ക് ഒരു കുപ്പി ബ്ലഡ് വേണം, നിങ്ങൾ ആരെ ബ്ലഡ് എടുക്കും? നിങ്ങൾ ഒരു ആക്സിഡന്റ് സംഭവിച്ച് റോഡിൽ കിടന്നു, നിങ്ങൾ ആദ്യം എടുക്കുന്നത് ആരാ? സ്വന്തക്കാരനോ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂടപ്പറപ്പോ അച്ഛനോ അമ്മയോ ആരെങ്കിലും എടുക്കുമോ? അവിടെ ആരാണോ നിൽക്കുന്നത് അവൻ്റെ മനസാക്ഷിയാണ്. ആ സമയത്ത് അവരെ എടുത്ത് രക്ഷപ്പെടുത്തണമെന്ന് അവന് തോന്നിയാൽ അവൻ അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാറില്ല. ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇതിന്റെ പിന്നിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ്, എന്തെല്ലാം പുലിവാലാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു വിഷയം ഈ അവസരത്തിൽ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ജാസ്മിൻ, ആ പെൺകുട്ടി വളരെ കഷ്ടത്തിൽ നിന്നും ഉയർന്നു വന്നതാണ്. യൂട്യൂബിലെ വീഡിയോകൾ ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിന്, ആ കുട്ടിയുടെ പിതാവിന് ലക്ഷക്കണക്കിന് രൂപയുടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 1 കോടി രൂപയ്ക്ക് അടുത്ത് ആ കുട്ടി പല വീഡിയോയിൽ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഇതുകൊണ്ട് പറയുന്നതല്ല, ആ കുട്ടി എന്നെ പറഞ്ഞതാണ്. 1 കോടി രൂപയ്ക്ക് പുറത്ത് അവർക്ക് കടമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി വീഡിയോ ചെയ്ത് ആ കടങ്ങളെല്ലാം വീട്ടി, ആ വാപ്പായും മോളും കൂടി ചേർന്ന് ആ വീഡിയോ ഈ കുട്ടി വീഡിയോ ചെയ്ത് വാപ്പായും മോളും കൂടെ ചേർന്ന് കടങ്ങളെല്ലാം വീട്ടി, കുറച്ച് വസ്തു വാങ്ങിച്ചു, ഒരു വീട് വെച്ചു. അതിനുശേഷം അതിൻ്റെ ബിഗ് ബോസിൽ പോയി. അപ്പോൾ അതിൻ്റെ ജീവിതവും രീതിയൊക്കെ പാടെ മാറി. അങ്ങനെ വന്നപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് എന്തിനാണ് അവിടെ പോയത്? അതിൻ്റെ ആവശ്യം എന്തെന്നാണ്? നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശസ്തി കിട്ടുന്നുണ്ട്, അതിനുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റീച്ച് ആവാൻ വേണ്ടി മറ്റ് പരിപാടികളൊന്നും വിജയിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ അവിടെ പോയത്? അല്ലെങ്കിൽ ഈ ക്ഷേത്രകുളത്തിൽ ചെന്നിറങ്ങാനും അവിടെ ഇതൊക്കെ നടത്താനും അനുവാദം കൊടുത്തതാരാ? ഇതിന് ക്ഷേത്രത്തിൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ ഇതിന് അനുവാദം കൊടുത്തത്? അത് ആരുടെയും അനുവാദം വാങ്ങാതെ ഇവരുടെ തന്നിഷ്ടപ്രകാരം പോയി അവിടെ ചെയ്തതാണോ? ഇതവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഈ റീൽസ് അവിടെ എടുക്കുമ്പോൾ ആരുമില്ലായിരുന്നോ? ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യനും ഇല്ലായിരുന്നോ? 4 ചുറ്റും അതിന് ജനൻ TV പറയുന്നത് എന്തൊക്കെ? അതും ഇതുപോലെ ഒരു വിഷക്കുത്തിത്തിരിപ്പാണ് അവർ നടത്തുന്നത്. വിഷ്ണു, സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള കോടതി അലക്ഷ്യമാണ്. സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിന് പരാതി നൽകിയാൽ അവർ ഉടൻ തന്നെ കേസെടുക്കും. അതിൽ അന്വേഷണം നടത്തുന്ന ഒരു രീതിയാണ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ പോലീസ് അവലംബിച്ചു പോരുന്നത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം നടത്തിയതിൽ ജാസ്മിൻ ജാഫർ കഴിഞ്ഞ 4 ദിവസം മുൻപാണ് അവിടെ മറ്റ് ഭക്തർക്കൊന്നും പ്രവേശനമില്ലാത്ത അതീവ സുരക്ഷാ മേഖലയാണ്, നമുക്കറിയാവുന്നതാണ്. റീൽസ് ചിത്രീകരിക്കാനോ ഫോൺ എടുക്കാനോ മാധ്യമങ്ങൾക്ക് പോലും വിലക്കുള്ള ഒരു പ്രദേശമാണ് ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പരിസര പ്രദേശങ്ങളിലും. ആ അത്തരത്തിൽ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പവിത്രമായി കാണുന്ന ക്ഷേത്രക്കുളത്തിനുള്ളിൽ ഈ ജാസ്മിൻ ജാഫർ, അതായത് മുൻ ബിഗ് ബോസ് താരമൊക്കെയാണ്, അവരും അവരുടെ കൂട്ടാളികളും എത്തി അവിടെ അവർ റീൽസ് ചിത്രീകരിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം സുരക്ഷാ വീഴ്ച പോലും ഉണ്ടാക്കിയ വിഷയമാണെന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അത്തരത്തിൽ അവിടെ റീൽസ് ചിത്രീകരിക്കുന്നു, അത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അവർ പബ്ലിക്കായി അത് പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഇത്തരം പരാതികളൊക്കെ ഉയർന്നതിനെ തുടർന്ന് അവരുടെ പേജിൽ നിന്ന് ആ റീൽസ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾക്ക് അത് ഇൻസ്റ്റഗ്രാമിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്കത് ലഭ്യമാണ്. അത്തരത്തിൽ വലിയ മതവികാരം പോലും വ്രണപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു കേസായിട്ട് പോലും ആശ കൂടി ചേരുകയാണ്. എന്താണ് ഈ ഗുരുവായൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായിട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നു. ഇപ്പോൾ അവിടെ റീൽസ് ചിത്രീകരണം നടത്തുന്നു, അവിടെ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് തുടങ്ങുന്ന ഒരു സംഗതിയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് പരിസരത്ത് റീൽസ് ചിത്രീകരിക്കുകയും അവരവരുടെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്കായിട്ട് ആ ക്ഷേത്ര നഗരിയെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് വളരെ പരിഭാവനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ ഒരു കുളത്തിൽ നിന്ന്, അതായത് ക്ഷേത്രക്കുളത്തിൽ
കാലിട്ട് ഒക്കെ റീൽസ് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്രണപ്പെടുത്തുന്നത് അവിടുത്തെ ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഭക്തരുടെ വികാരങ്ങളെയാണ്. അപ്പോൾ ഇവിടെ പോലീസ് എന്തുകൊണ്ടാണ് ഈ മതവികാരം വ്രണപ്പെടുത്തിയ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് നടപടിയുമായിട്ട് മുന്നോട്ട് വരാത്തത് എന്നുള്ളത് വലിയ അത്ഭുതം തന്നെ തോന്നുന്ന കാര്യമാണ്. ഇവിടെ വീഡിയോഗ്രാഫി മാത്രമല്ല വിഷയമായിട്ടുള്ളത്. വീഡിയോഗ്രാഫി എന്ന് പറയുന്നത് ഹൈക്കോടതി നിരോധിച്ചത് നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തരൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഗുരുവായൂരപ്പൻ്റെ അഷ്ടമി രോഹിണി പിറന്നാൾ ആഘോഷമൊക്കെ ആയിട്ട് വരുന്നത്. ഇതിലൊക്കെ മുമ്പ് ഇവിടെ അഷ്ടമി രോഹിണികൾ നടന്നിരുന്നു. ഭഗവാന്റെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അവിടെ തുടർന്നിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത വിധം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങളും ഭക്തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവിടെ വരികയും ശരിയല്ലാത്ത പല കാര്യങ്ങളും, അതായത് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് ഭക്തി എന്നുള്ളതിൽ ചാനലിൽ നടന്ന അത് എപ്പോഴും മുസ്ലിമിനെതിരായിട്ടാണ് അവർ ഈ പ്രവർത്തനം തന്നെ നടത്തുന്നത്. ആ ചാനൽ തന്നെ നടത്തുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ്, മനുഷ്യനെതിരായിട്ടെന്നല്ല, മുസ്ലിം എന്ന വർഗത്തിനും വർണ്ണത്തിനും എതിരായിട്ടാണ് ആ ചാനൽ. അതിൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അതായത് സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുക, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ജാസ്മിൻ എന്ന പെൺകുട്ടി അവിടെ ചെന്ന് ഇത് ചെയ്തത് 100% തെറ്റ്. പിന്നെ അവിടെ ശുദ്ധികലശം നടത്തണമെന്ന് തീർച്ചയായും ചെയ്യണം. അങ്ങനെ അവരുടെ വിശ്വാസത്തെ ഹനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഒരു പരിഹാര കർമ്മം ചെയ്യുക. അതിന് ചെലവാകുന്ന പണം അതിന് ഏത് വിധേനയും അവരിൽ നിന്നും അത് ഈടാക്കണം. ഇനി അത്തരത്തിൽ ഇതിനു മുമ്പ് മറ്റൊരു പെൺകുട്ടി അവിടെ ചെന്ന് കൃഷ്ണന്റെ പടങ്ങളൊക്കെ വരച്ച് അത് ഭയങ്കര സീനായി. കോടതി അവസാനം അവരെ വിലക്കി, എന്നിട്ടും അവരവിടെ പോയി. അപ്പോൾ അങ്ങനെ ഒരു വിലക്ക് നിലനിൽക്കവെയാണ് വീണ്ടും ചെന്ന് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്കൊന്നും ഉള്ള ഒരു സ്ഥലമല്ല. അതൊരു വിശ്വാസത്തിൻ്റെ പരമായി വിശ്വാസികൾ അവിടെ പോവുകയും തൊഴുകയും അവരുടെ സങ്കടങ്ങൾ പറയാൻ പോകുന്ന സ്ഥലത്ത് ചെന്ന് റീലെടുക്കുകയും കോപ്രായങ്ങൾ കാണിക്കാനുള്ള സ്ഥലമല്ല. അത് ആരതായിക്കൊണ്ട് പോട്ടെ, പള്ളിയാവട്ടെ, പിന്നെ അമ്പലമാവട്ടെ, മോസ്ക് ആവട്ടെ, എന്തോ ആകട്ടെ, ഒരിക്കലും അവിടെ ചെല്ലുക. അങ്ങനെയുള്ള പരിപാടികൾ കോപ്രായങ്ങൾ ചെയ്യരുത്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അതിന് പോകരുത്. അന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അടുത്തൊരു വിഷയവുമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.